ഹായ്, വെൽക്കം ബാക്ക് ടു D&D ടേസ്റ്റ് ആൻഡ് ടോക്സ്. ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. കീപ് വാച്ചിങ്. ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചുള്ള ഒരു പൊട്ടറ്റോ ബജിയാണെന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസിലുള്ള പൊട്ടറ്റോ എടുത്ത് തൊലി കളഞ്ഞ് വൃത്തിയായി കഴുകിയതിന് ശേഷം നല്ല കനം കുറച്ച് സ്ലൈസ് ആക്കിയിട്ട് മാറ്റിയെടുക്കുക. എത്രത്തോളം കനം കുറക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ കനം കുറച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇത് കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഊറ്റിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബജി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് അല്ലെങ്കിൽ 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അല്ലെങ്കിൽ നോർമൽ മുളക് പൊടി. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു പിഞ്ച് ഗരം മസാല, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ വരെ കായപ്പൊടി, അതോടൊപ്പം തന്നെ കുറച്ച് ചെറിയ ജീരകം, ആവശ്യത്തിന് ഉപ്പ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡ, പിന്നെ കുറച്ച് മല്ലിയില. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ മിക്സ് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാനിവിടെ 1/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ വെള്ളം കൂടെ ഒരുമിച്ച് ചേർക്കരുത്, കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒരു ബാറ്റർ രൂപത്തിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാം. നല്ല തിക്കായിട്ടും ചെയ്യരുത്, നല്ല ലൂസായിട്ടും ചെയ്യരുത്. അതിൻ്റെ ഇടയിലുള്ളൊരു കൺസിസ്റ്റൻസി നമ്മൾ കീപ്പ് ചെയ്യണം. അപ്പോൾ ഇതാ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഓരോ ഉരുളക്കിഴങ്ങിൻ്റെ സ്ലൈസും ഈ ഒരു ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. ക്വിക്കിൽ നമുക്ക് പൊട്ടറ്റോ ബജി തയ്യാറാക്കിയെടുക്കാം. നമ്മൾ ഉണ്ടാക്കുന്ന ബജി എന്തുമാവട്ടെ, മുളക് ബജിയോ മുട്ട ബജിയോ പൊട്ടറ്റോ ബജിയോ എന്തുമാവട്ടെ, അതിൻ്റെ ഒക്കെ ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കായപ്പൊടിയാണ്. അപ്പോൾ കായപ്പൊടി ചേർത്ത് കൊടുക്കാൻ ഒരിക്കലും നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി നമ്മൾ ശ്രദ്ധിക്കണം. നല്ല കട്ടിയിൽ നിങ്ങൾ ഈ ബാറ്റർ കലക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കഴിക്കുന്ന സമയത്ത് കടലമാവ് നന്നായിട്ട് നമുക്ക് അതിൽ ഒരു വേവാത്ത രീതിയിലുള്ള ടേസ്റ്റ് വരും. അതുകൊണ്ടാണ് നല്ല കട്ടിയിൽ ബാറ്റർ ഉണ്ടാക്കരുതെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ ബജി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള ഇഫ്താർ റെസിപ്പിയുമായിട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ അവിടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇറ്റ്സ് മീ ഷബാന.